അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിഷയം അഫ്അല യുഫ്ഇലു വസ്ന്. സമഗ്ര പഠനം. ഒന്നാം ഭാഗം. അഫ്അല യുഫ്ഇലു വസ്നിനെ കുറിച്ചുള്ള സമഗ്ര പഠനമാണ് ഈ പഠന ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാം ഭാഗം എന്ന് ആദ്യമേ പറയാനുള്ള കാരണം, അഫ്അല യുഫ്ഇലു വസ്നുമായി ബന്ധപ്പെട്ട് അനേകം പദങ്ങളും അവയുടെ അനേകം അർത്ഥങ്ങളും അവയുമായി ബന്ധപ്പെട്ട് അനേകം പ്രയോഗങ്ങളും പണ്ഡിതന്മാർക്കും മുതഅല്ലിംകൾക്കും ഉപകരിക്കുന്ന വിധത്തിൽ വിശാലമായി അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിവിധ പാർട്ടുകളായി എടുക്കുന്നതായിരിക്കും സൗകര്യം. അഫ്അല യുഫ്ഇലു വസ്നിലേക്ക് മാറ്റുന്നതിൻ്റെ ചില ആവശ്യങ്ങൾ മാത്രം ആദ്യത്തെ പാർട്ടിൽ പറയാം. പിന്നീട് ഘട്ടം ഘട്ടമായി പല പഠന ക്ലാസ്സുകളിലായി ബാക്കിയുള്ള ആവശ്യങ്ങളും അവയുടെ ഉദാഹരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളും നമുക്ക് പറയാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പഠന ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് കേൾക്കുകയും അവയിൽ പറയുന്ന ഉദാഹരണങ്ങളും അവയുടെ പല പ്രയോഗങ്ങളും ഓരോ പദത്തിനും അനേകം അർത്ഥങ്ങളും പറയുമ്പോൾ അവ നോട്ട്ബുക്കിൽ എഴുതി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയവരാണെങ്കിൽ പോലും എഴുതി വച്ചിട്ടില്ലെങ്കിൽ പലതും മറന്നുപോകും. പലരും ഒരു വാക്കിന് ഒന്നോ രണ്ടോ അർത്ഥം കിട്ടിയാൽ സംതൃപ്തരാവുകയും മറ്റു അർത്ഥങ്ങൾ ഉണ്ടോ എന്ന് കൂടുതൽ അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം ആഴത്തിലും പരപ്പിലും പഠനം നടത്തണം. അങ്ങനെ പഠനം നടത്തിയാൽ ഓരോ ലഫ്ളും ഏതെല്ലാം അർത്ഥങ്ങളിൽ ഉപയോഗിക്കാം എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വിവിധ സാഹചര്യങ്ങളിൽ ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അറബിയിലും മലയാളത്തിലും നന്നായി വാക്യങ്ങൾ പ്രയോഗിക്കാൻ അവ ഉപകരിക്കുകയും ചെയ്യും. അതിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പഠന ക്ലാസ്സാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഫ്അല യുഫ്ഇലു വസ്നിലേക്ക് ചില ക്രിയകളെ മാറ്റുന്നത് ആ ക്രിയകളെ മുതഅദ്ദിയാക്കാൻ വേണ്ടിയാണ്, സകർമ്മകമാക്കുവാൻ വേണ്ടിയാണ്. ഒരു ഉദാഹരണം, ഫഉല യഫ്ഉലു വസ്നിലുള്ള കറുമ യകുറുമു എന്നതിനെ അഫ്അല യുഫ്ഇലു വസ്നിലേക്ക് മാറ്റി
അക്രമ യുക്കിരിമു എന്ന് ഉപയോഗിക്കുന്നു. എന്തിനാണത്? കറുമ എന്നതിൻ്റെ ഒരു അർത്ഥം അദ്ദേഹം ബഹുമാനിയായി എന്നാണ്. അദ്ദേഹം ബഹുമാനിയായി എന്ന അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം കറുമ എന്നത് ലാസിമാണ്. ഇനി അതിനെ മുത്തഅദ്ദിയാക്കാൻ വേണ്ടി അഫ്അല വസ്നിലേക്ക് മാറ്റുന്നു, അക്രമ എന്നാക്കുന്നു. അക്രമ അദ്ദേഹം ബഹുമാനിച്ചു, അദ്ദേഹം ആദരിച്ചു, അവൻ ബഹുമാനിച്ചു, അവൻ ആദരിച്ചു. ഇനി നമുക്ക് കറുമ എന്നതിന് ഏതെല്ലാം അർത്ഥങ്ങൾ പറയാം? കറുമ അദ്ദേഹം ബഹുമാനിയായി, അത് അമൂല്യമായി, അത് അനർഘ വസ്തുവായി, അവൻ ഉദാരനായിരുന്നു, അവൻ ഉദാരനായി, അവൻ മഹാമനസ്കനായി, അവൻ ദാനശീലനായി. അക്രമ എന്നതിൻ്റെ പല അർത്ഥങ്ങൾ പഠിക്കുക. നന്നായി ശ്രദ്ധിക്കണം. അക്രമ അവൻ ആദരിച്ചു, അവൻ ബഹുമാനിച്ചു, അവൻ മാന്യത പുലർത്തി, അദ്ദേഹം മാന്യരായ സന്തതികൾക്ക് ജന്മം നൽകി. ഇനി ഇങ്ങനെയും പറയാം, അദ്ദേഹം മാന്യനായ സന്തതിക്കു ജന്മം നൽകി. വിവിധ സന്ദർഭങ്ങളിൽ വിവിധ രൂപത്തിൽ ഉപയോഗിക്കേണ്ടി വരും. ഇനി ഫഅല യുഫഇലു തഫ്ഈലൻ വസ്നിൽ കറമ യുകരിമു തക്രീമൻ എന്ന് പറയുകയാണെങ്കിലോ, അഫ്അല യുഫ്ഇലു വസ്നിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ, കറുമ എന്ന ഒരു ഉദാഹരണം എടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാന്ദർഭികമായി പറയുകയാണ്. കറമ എന്നതിൻ്റെ അർത്ഥങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി പഠിക്കണം. കറുമ എന്നതിൻ്റെയും അക്രമ എന്നതിൻ്റെയും കറമ എന്നതിൻ്റെയും അർത്ഥങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം, സാമ്യങ്ങൾ എന്തെല്ലാം എന്ന് കൃത്യമായി പഠിക്കണം. അക്രമ എന്ന ഫിഇലിൻ്റെ ചില അർത്ഥങ്ങൾ കറമ എന്ന ഫിഇലിനും ഉണ്ട്. കറമ അവൻ ആദരിച്ചു, അവൻ ആദരിച്ചു എന്നതിന് കറമ എന്നും അക്രമ എന്നും പറയാം. കറമ അവൻ ബഹുമാനിച്ചു, അവൻ ബഹുമാനിച്ചു എന്നതിന് കറമ എന്നും അക്രമ എന്നും പറയാം. കറമ അവൻ വന്ദിച്ചു, കറമ അവൻ ശ്രേഷ്ഠനാക്കി. ഇനി അക്രമ എന്നതിൻ്റെയും കറമ എന്നതിൻ്റെയും പല അർത്ഥങ്ങളും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കുക.
താരതമ്യം ചെയ്ത് പഠിക്കുന്നത് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടും. ഇനി തഫഅല യതഫഅലു വസിനിലുള്ള തകറമ യതകറമു എന്നാണെങ്കിലോ? തകറമ എന്നതിൻ്റെ അർത്ഥങ്ങൾ ശ്രദ്ധിച്ചോളൂ. തകറമ അവൻ ഉദാരനായി നടിച്ചു, അവൻ ഉദാരനായിരുന്നു. തകറമ എന്നതിന് സഹ എന്നതിൻ്റെ അർത്ഥമുണ്ട്. സഹ എന്നതിൻ്റെ അർത്ഥമാണ് അവൻ ഉദാരനായിരുന്നു, അവൻ ഉദാരനായിരുന്നു എന്നത്. തകറമ അവൻ ഉദാരനായിരുന്നു. സഹ എന്നതിൻ്റെ മറ്റൊരർത്ഥം അവൻ മഹാമനസ്കനായിരുന്നു. തകറമ എന്നതിനും അവൻ മഹാമനസ്കനായിരുന്നു എന്നർത്ഥമുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി നേരത്തെ പറഞ്ഞതുമായി താരതമ്യം ചെയ്താൽ മനസ്സിലാക്കാം. കറുമ എന്നതിനും അവൻ ഉദാരനായിരുന്നു, അവൻ മഹാമനസ്കനായിരുന്നു എന്നീ അർത്ഥങ്ങളുണ്ട്. കറുമ എന്നതിൻ്റെ ചില അർത്ഥങ്ങൾ തകറമ എന്നതിനും ഉണ്ട്. തകറമ എന്നതിന് തഫവ്വല എന്നതിൻ്റെ അർത്ഥങ്ങളും ഉണ്ട്. തഫവ്വല ദയവുണ്ടായി, പ്രീതനായി, അവൻ പ്രീതനായി. തകറമ ദയവുണ്ടായി, തകറമ അവൻ പ്രീതനായി. ഇനി അഫ്അല യുഫ്ഇലു വസിനിലേക്ക് മാറ്റുന്നതിൻ്റെ മറ്റു ചില ആവശ്യങ്ങൾ പറയാം. മറ്റൊരു ആവശ്യം, ഒരു സമയത്തിൽ പ്രവേശിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടി അഫ്അല വസിനിലേക്ക് മാറ്റാറുണ്ട്. ഉദാഹരണം, അസ്ബഹ യുസ്ബിഹു, അഫ്അല യുഫ്ഇലു, അസ്ബഹ യുസ്ബിഹു. അൽഹ യുൽഹി, അംസ യുംസി. അഫ്അല യുഫ്ഇലു വസിനിലുള്ള ഫിഅലുകളാണ് അൽഹ യുൽഹി എന്നതും അംസ യുംസി എന്നതും. അസ്ബഹ എന്നതിന് അറബിയിൽ ആശയം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: ദഖല ഫിസ് സ്വബാഹി, അവൻ പ്രഭാതത്തിൽ പ്രവേശിച്ചു. ദഖല ഫിസ് സ്വബാഹി, അവൻ പ്രഭാതത്തിൽ പ്രവേശിച്ചു. അസ്ബഹ, അവൻ പ്രഭാതത്തിൽ പ്രവേശിച്ചു. ഇനി അസ്ബഹ എന്നതിൻ്റെ മറ്റു അർത്ഥങ്ങളും പറയാം. അപ്പോൾ യുസ്ബിഹു എന്നതിൻ്റെയും ഇസ്ബാഹൻ എന്നതിൻ്റെയും മുസ്ബിഹുൻ എന്നതിൻ്റെയും മറ്റു രൂപങ്ങളുടെയും വിവിധ അർത്ഥങ്ങൾ ചിന്തിച്ച് കണ്ടെത്തണം. അസ്ബഹ പ്രഭാതമായി, അസ്ബഹ എന്നതിൻ്റെ അനേകം അർത്ഥങ്ങൾ പറയുന്നുണ്ട്. നന്നായി ശ്രദ്ധിച്ച് കേൾക്കുകയും ആ അർത്ഥങ്ങൾ എഴുതി വെച്ച് പഠിക്കുകയും ചെയ്യണം. വേണ്ടതുപോലെ ക്ലിയർ ആവണമെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക തന്നെ വേണം. അസ്ബഹ പ്രഭാതമായി, പ്രഭാതമണഞ്ഞു, പ്രഭാതം പുലർന്നു, പുലർക്കാലമായി, ആയി തീർന്നു, ആയി, ആയി മാറി,
ആയിരുന്നു, എത്തി, ഉണർന്നു, കത്തിച്ചു, അവൻ കത്തിച്ചു, അത് പ്രകടമായി, അത് വെളിപ്പെട്ടു, അത് തെളിഞ്ഞു, അത് പുലർന്നു. അസ്ബഹ അത് വെളിപ്പെട്ടു. അസ്ബഹൽ ഹഖു സത്യം വെളിപ്പെട്ടു. അസ്ബഹ അത് തെളിഞ്ഞു. അസ്ബഹൽ ഹഖു സത്യം തെളിഞ്ഞു. അസ്ബഹ അത് പുലർന്നു. അസ്ബഹൽ ഹഖു സത്യം പുലർന്നു. അസ്ബഹ ഗനിയൻ അവൻ സമ്പന്നനായി. അസ്ബഹ മുനീറുൻ ഗനിയൻ മുനീർ സമ്പന്നനായി. അസ്ബഹ ഗനിയൻ അവൻ പരാശ്രയ രഹിതൻ ആയിത്തീർന്നു. അസ്ബഹ അംറുൻ ഗനിയൻ അംർ പരാശ്രയരഹിതൻ ആയിത്തീർന്നു. അസ്ബഹ ഖായിഫൻ അവൻ ഭീതനായി മാറി, അവൻ ഭയമുള്ളവനായി മാറി. അസ്ബഹ മുനീറുൻ ഖായിഫൻ മുനീർ ഭീതനായി മാറി. ഇനി അൽഹ യുൽഹി എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക. അൽഹ എന്ന ഫിഇലിന് അൽഹറ എന്ന ഫിഇലിന്റെ അർത്ഥങ്ങളുണ്ട്. അൽഹ അവൻ പ്രകടമാക്കി, അവൻ വെളിപ്പെടുത്തി, അവൻ പ്രത്യക്ഷമാക്കി. ഒരു സമയത്തിൽ പ്രവേശിച്ചു എന്ന അർത്ഥത്തെ കുറിക്കുന്ന ക്രിയയാണ് അൽഹ എന്നത്. നേരത്തെ അസ്ബഹ എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അസ്ബഹ എന്നതിന് ദഖല ഫി സ്വബാഹി അവൻ പ്രഭാതത്തിൽ പ്രവേശിച്ചു എന്നാണ് അർത്ഥം. അവൻ പ്രഭാതത്തിൽ പ്രവേശിച്ചു എന്ന അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം, ഒരു സമയത്തിൽ പ്രവേശിച്ചു എന്നതിനെ അസ്ബഹ എന്നത് കാണിക്കുന്നുണ്ട്. ആ സമയം ഏതാണ്? പ്രഭാതം. എന്നാൽ അൽഹ എന്നാകുമ്പോൾ മറ്റൊരു സമയത്തിൽ പ്രവേശിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. അൽഹ അവൻ ളുഹാ സമയത്തിൽ പ്രവേശിച്ചു. അൽഹ എന്നതിന് അനേകം അർത്ഥങ്ങളുണ്ട്. അവൻ പ്രഭാതത്തിലെത്തി എന്ന അർത്ഥത്തിലും ചിലപ്പോൾ അൽഹ എന്ന് ഉപയോഗിക്കും. പക്ഷെ അവിടെ പറഞ്ഞ പ്രഭാതം അസ്ബഹ എന്നതിൻ്റെ അർത്ഥമായി നമ്മൾ പറയുന്ന ആ പ്രഭാതമല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അൽഹ അവൻ പ്രഭാതത്തിലെത്തി, അത് പ്രഭാതത്തിലെത്തി. അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? അൽഹ അവൻ ളുഹാ സമയത്തിലെത്തി, അവൻ ളുഹാ സമയത്തിൽ പ്രവേശിച്ചു, അത് ളുഹാ സമയത്തിൽ പ്രവേശിച്ചു. അൽഹ അവൻ ളുഹാ നിസ്കരിച്ചു. അൽഹ അവൻ വെളിവാക്കി. അൽഹ അവൻ ആയിത്തീർന്നു. അൽഹ എന്നതിന് ശേഷം അൻ എന്ന ഹർഫ് വരുന്നുണ്ടെങ്കിൽ
അൽഹ എന്നതിന് എന്തായിരിക്കും അർത്ഥം? അൽഹ അൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ അൽഹ സൈദുൻ അൻ, അൽഹ മുനീറുൻ അൻ. അൽഹ അൻ അവൻ അകന്നു. അൽഹ മുനീറുൻ അൻ മുനീർ അകന്നു. അൽഹ സൈദുൻ അൻ സൈദ് അകന്നു. ഇനി ഫഅല യുഫഇലു വസ്നിലേക്ക് മാറ്റിയാലോ? ലഹ. ശ്രദ്ധുണ്ട്. ലഹ യുലഹി. ലഹ അവൻ പ്രായശ്ചിത്തം നൽകി. അവൻ ഉച്ചക്കു മുൻപ് മേച്ചു. അവൻ ബലിയറുത്തു. അവൻ ബലി കഴിച്ചു. അവൻ ബലി കൊടുത്തു. അവൻ ഉച്ചക്കു മുൻപ് മേച്ചു. അവൻ ഉച്ചക്കു മുൻപ് അറുത്തു. അവൻ ബലിയർപ്പിച്ചു. അവൻ ഉലഹിയത്ത് ഭക്ഷിപ്പിച്ചു. ഇങ്ങനെ അനേകം അർത്ഥങ്ങളുണ്ട്. അൽഹ എന്ന ഫിഅലിനും അഫ്അല യുഫ്ഇലു വസ്നിലുള്ള അൽഹ യുൽഹി ഫഅല യുഫഇലു വസ്നിലുള്ള ലഹ യുലഹി എന്നിവയെക്കുറിച്ച് ഒന്നുകൂടി മനസ്സിലാക്കുക. അൽഹ എന്ന ഫിഅലിനും ലഹ എന്ന ഫിഅലിനും സ്വാറ എന്ന ഫിഅലിന്റെ അർത്ഥങ്ങളും ഉണ്ട്. നന്നായി മനസ്സിലാക്കുക. അൽഹ എന്നതിൻ്റെയും ലഹ എന്നതിൻ്റെയും സ്വാറ എന്നതിൻ്റെയും ചില അർത്ഥങ്ങൾ. അത് ആയിത്തീർന്നു, അത് ആയി, അത് ആയി പുലർന്നു. ഇനി ലഹ എന്ന് പറയുകയാണെങ്കിലോ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലഹ എന്ന് ഏത് വസ്നിലുള്ള ഫിഅലാണ്? അതിൻ്റെ അസുല് മനസ്സിലാക്കുക. ലഹ എന്നതിൻ്റെ അസുല് ലഹിയ എന്നാണ്. ഫഇല യഫ്അലു വസ്നിലുള്ള ഫിഅലാണ്. ഇപ്പോൾ ലഹിയ എന്ന് പറയില്ല, ലഹ എന്നാണ് പറയേണ്ടത്. ലഹ യൽഹ, ലഹ യൽഹ. ലഹ എന്നതിൻ്റെ അർത്ഥങ്ങൾ: ലഹ അത് വ്യക്തമായി, അവൻ പ്രത്യക്ഷപ്പെട്ടു, അവൻ വെയിൽ കാഞ്ഞു, അവൻ വെയിലേറ്റു, അത് വെയിലേറ്റു, അവൻ വെളിപ്പെട്ടു, അത് വെളിപ്പെട്ടു, അത് സൂര്യാഘാതമേറ്റു. ലഹ യൽഹ എന്നതിന് ഏതെല്ലാം മസ്ദറുകളുണ്ട്? നന്നായി ശ്രദ്ധിക്കുക. 1 ലഹ്വൻ, 2 ലുഹുവൻ, 3 ലുഹിയൻ. ഈ മസ്ദറുകൾ പല രൂപത്തിലും പറഞ്ഞു പഠിക്കണം. മർഫൂ, മൻസൂബ്, മജ്റൂർ 3 രൂപത്തിലും പറഞ്ഞു പഠിക്കണം. എങ്ങനെ? ലഹ്വുൻ, ലഹ്വൻ, ലഹ്വിൻ. ലുഹുവുൻ, ലുഹുവൻ, ലുഹുവിൻ. ലുഹിയുൻ, ലുഹിയൻ, ലുഹിയിൻ. ഇനി അലിഫ്ലാമ് കൊടുത്തും അലിഫ്ലാമ് കൊടുക്കാതെയും പറഞ്ഞു പഠിക്കണം. എങ്ങനെ? ലഹ്വുൻ, അല്ലഹുവു. എങ്ങനെ? ലഹ്വുൻ, അല്ലഹ്വു. ലഹ്വൻ, അല്ലഹ്വ. ലഹ്വിൻ, അല്ലഹ്വി. ലുഹുവുൻ, അല്ലുഹുവു. ലുഹുവൻ, അല്ലുഹുവ. ലുഹുവിൻ, അല്ലുഹുവി. ലുഹിയുൻ, അല്ലുഹിയു. ലുഹിയൻ, അല്ലുഹിയ. ലുഹിയിൻ, അല്ലുഹിയി. എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത്?
നമുക്ക് ഇങ്ങനെ പറഞ്ഞ് പരിശീലിച്ചാൽ ഭാവിയിൽ ഇൻഷാഇന് ഉപകരിക്കും. ഇനി അഫ്അല യുഫ്ഇലു വസ്നിലുള്ള മറ്റൊരു ഫിയല് അംസ യുംസി. അംസ എന്ന ഫിയലും ഒരു സമയത്തിൽ പ്രവേശിച്ചു എന്ന് അറിയിക്കുന്നുണ്ട്. അംസ, അവൻ സന്ധിയിൽ പ്രവേശിച്ചു, അവൻ സായാഹ്നത്തിൽ പ്രവേശിച്ചു, അവൻ വൈകുന്നേരത്തിൽ പ്രവേശിച്ചു. അംസ പ്രദോഷത്തിലായി, സായാഹ്നത്തിലായി, വൈകുന്നേരത്തിലായി, വൈകുന്നേരമുണ്ടായി. ഇനി അംസ എന്നതിന് വേറെയും പല അർത്ഥങ്ങളുമുണ്ട്. അംസ, അവൻ സഹായിച്ചു, അവൻ കരാർ ലംഘിച്ചു, അവൻ ആയിത്തീർന്നു. സ്വാറ എന്നതിൻ്റെ അർത്ഥങ്ങൾ അംസ എന്നതിനുണ്ട്. സ്വാറ എന്നതിന് അവൻ ആയി എന്നും അവൻ ആയിത്തീർന്നു എന്നും അർത്ഥമുണ്ടല്ലോ. അതുപോലെ അംസ, അവൻ ആയി, അവൻ ആയിത്തീർന്നു എന്നീ അർത്ഥങ്ങൾ ഉണ്ട്. അംസ എന്നതിൻ്റെ വിവിധ അർത്ഥങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ യുംസി എന്നതിൻ്റെയും മറ്റുള്ളവയുടെയും അർത്ഥങ്ങൾ നന്നായി ചിന്തിച്ച് മനസ്സിലാക്കുക. ഇനി മസ്സ എന്നാണെങ്കിലോ, അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മസ്സ, അവൻ സുസായാഹ്നം ആശംസിച്ചു, അവൻ നല്ല സായാഹ്നം ആശംസിച്ചു. അവൻ സുപ്രദോഷം ആശംസിച്ചു, അവൻ നല്ല പ്രദോഷം ആശംസിച്ചു. മസ്സ, നല്ല പ്രദോഷമുണ്ടാവട്ടെ. മസ്സ യുമസ്സി. ഇനി ഒരു പ്രയോഗം മനസ്സിലാക്കി വെക്കുക. മസ്സാക്കല്ലാഹു ബിൽ ഖൈരി. മസ്സാക്കുമല്ലാഹു ബിൽ ഖൈരി. മസ്സാക്കുമുല്ലാഹു ബിൽ ഖൈരി. മസ്സാക്കല്ലാഹു ബിൽ ഖൈരി, മസ്സാക്കില്ലാഹു ബിൽ ഖൈരി, മസ്സാക്കുമല്ലാഹു ബിൽ ഖൈരി, മസ്സാക്കുമുല്ലാഹു ബിൽ ഖൈരി, മസ്സാകുന്നല്ലാഹു ബിൽ ഖൈരി. ഇങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ രൂപത്തിൽ ഉപയോഗിക്കാം. മസ്സാക്കുമുല്ലാഹു ബിൽ ഖൈരി, നിങ്ങൾക്ക് ഈ സായാഹ്നത്തിൽ അള്ളാഹു നന്മ വർഷിക്കട്ടെ. ഇനി ആശയം പരിഗണിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയും പറയാം, നിങ്ങൾക്ക് നന്മ നിറഞ്ഞ സായാഹ്നം ഉണ്ടാകട്ടെ. ഇനി ചുരുക്കിക്കൊണ്ട് ആശയം മാത്രം പരിഗണിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ മസ്സാക്കുമുല്ലാഹു ബിൽ ഖൈരി എന്നതിന് സുപ്രദോഷം എന്ന് മാത്രവും പറയാം. അപ്പോൾ ആശയം മാത്രം പരിഗണിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ അഫ്അല യുഫ്ഇലു വസ്നിലേക്ക് മാറ്റുന്നതിന്റെ രണ്ട് ആവശ്യങ്ങൾ പറഞ്ഞു. ഒരാവശ്യം മുതഅദ്ദിയാക്കലാണ്, അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. മറ്റൊരു ആവശ്യം ഒരു സമയത്തിൽ പ്രവേശിച്ചു എന്ന് കാണിക്കലാണ്. അതിന് പ്രധാനമായി 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഓരോ ഫിഅല് പറഞ്ഞപ്പോഴും വിവിധ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഫിഅലിൻ്റെ മറ്റു വസ്നുകളിലുള്ള അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഭാഷയിൽ കൂടുതൽ കഴിവുകൾ നേടാൻ ഇത്തരത്തിലുള്ള പഠനം അനിവാര്യമാണ്. നന്നായി മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ അലസത കാണിക്കുന്ന ആളുകൾക്ക് ഏത് ഭാഷയിലാണെങ്കിലും കൂടുതൽ അറിവുകൾ നേടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അഫ്അല യുഫ്ഇലു വസ്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവയുടെ ഉദാഹരണങ്ങളും
അവയുടെ അനേകം അർത്ഥങ്ങളും അവയുമായി ബന്ധപ്പെട്ട പല പ്രയോഗങ്ങളും ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കുകയും അവ നന്നായി പഠിക്കുകയും ഇടയ്ക്കിടെ വായിച്ച് ഓർമ്മ പുതുക്കുകയും ചെയ്യണം. ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗം ഇൻഷാ അള്ളാഹ് പിന്നീട് അവതരിപ്പിക്കും. അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു താല ഇത് സ്വീകരിക്കട്ടെ. ഇഹലോകത്തും പരലോകത്തും അള്ളാഹു താല നമുക്ക് വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.